വേറെയും ചില നിയമങ്ങൾ വന്നിട്ടുണ്ട്. ക്രിമിനൽ നിയമങ്ങൾ ഭേദഗതി ചെയ്ത് ഭാരതീയ ന്യായ സംഹിത എന്ന പേരിൽ ഹിന്ദിയിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ഇന്ത്യൻ പീനൽ കോഡ് പോലുള്ള നിയമങ്ങൾ പേരൊക്കെ മാറ്റി പുതിയ നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിൻ്റെ 111-ാം വകുപ്പ് അനുസരിച്ച് തൊഴിലാളികൾ ജോലി സ്ഥലത്ത് അവരുടെ അവകാശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒപ്പുശേഖരണം നടത്തുന്നത് പോലും കുറ്റകരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വ്യവസായശാലകളുടെ മുമ്പിൽ കൂട്ടായി ഒത്തുചേരുക, മുദ്രാവാക്യം വിളിക്കുക, ഇതെല്ലാം കുറ്റകരമാണ്. ജാമ്യം അനുവദിക്കാത്ത കുറ്റമായി കണക്കാക്കുന്നതാണ് എന്നതാണ് BNS ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 111 അനുസരിച്ച് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ തൊഴിലാളികളെ, ഇതെല്ലാം ഓർഗനൈസ്ഡ് സെക്ടറിലെ തൊഴിലാളികളെ ബാധിക്കുന്നതാണ്. ഈ ഫാക്ടറിക്കുള്ളിൽ ഒപ്പുശേഖരണം, ഫാക്ടറിക്കുള്ളിൽ ഡിമാൻഡ് ഉയർത്തൽ, തൊഴിൽ സ്ഥലത്ത് മുദ്രാവാക്യം വിളിക്കൽ, ഗേറ്റിൽ സമരം നടത്തൽ എന്നൊക്കെ പറഞ്ഞാൽ ഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്നതാണ്. അൺഓർഗനൈസ്ഡ് സെക്ടറുകാർക്ക് ഗേറ്റൊന്നുമില്ല. അൺഓർഗനൈസ്ഡ് സെക്ടറിലെ എംപ്ലോയീസ് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് വളരെ ചെറിയ ഒരു വിഭാഗമാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു കണക്കും വർക്കേഴ്സിൻ്റെ എണ്ണത്തെ സംബന്ധിച്ച് എവിടെയില്ല. എന്നാലും വിവിധ ഏജൻസികൾ തയ്യാറാക്കിയ കണക്ക് പ്രകാരം ടോട്ടൽ ജോലി ചെയ്ത് ജീവിക്കുന്നവരുടെ എണ്ണം 56 കോടി മുതൽ 64 കോടി വരെ എന്നാണ് ഒരു മതിപ്പ്. അതിൽ ഓർഗനൈസ്ഡ് സെക്ടർ, ഫാക്ടറികൾ, കമ്പനികൾ എന്നൊക്കെ പറഞ്ഞ മേഖല, സർക്കാർ ഓഫീസുകൾ, ഇൻഷുറൻസ്, ബാങ്ക് തുടങ്ങിയ മേഖല എല്ലാം കൂടി ചേർത്താൽ 3.5 കോടിക്കും 4 കോടിക്കും ഇടയിലാണ്. 4 കോടിക്ക് താഴെയാണ്. വളരെ ചെറിയ ഒരു ശതമാനം. ഇന്ത്യയിൽ ആകെ തൊഴിൽ ചെയ്യുന്നവരെന്ന് കണക്കാക്കുന്നവരുടെ 6% ഈ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത്. ആ വിഭാഗത്തെ ബാധിക്കുന്ന നിയമങ്ങളാണ് ഈ ലേബർ കോഡുകൾ. മറ്റു വിഭാഗത്തിന് ഒരു നിയമവുമില്ല. ഒരു പോർട്ടൽ ഈയിടെ അൺഓർഗനൈസ്ഡ് സെക്ടറിലെ തൊഴിലാളികൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരുന്നു. ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. അതിൽ രജിസ്റ്റർ ചെയ്ത് 28 കോടി പേരാ പേര് രജിസ്റ്റർ ചെയ്തു. പേര് രജിസ്റ്റർ ചെയ്തെന്നല്ലാതെ അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷേമ പദ്ധതികൾ കൊണ്ടുവരാനോ ഒരാലോചനയും ഗവൺമെൻറ്റിനില്ല. അൺഓർഗനൈസ്ഡ് സെക്ടർ, സെൽഫ് എംപ്ലോയിഡ് അടക്കം, സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ 32.4 കോടിയാണ് മതിപ്പ് കണക്ക്. ഇപ്പോൾ വീട്ടു ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, സ്വയം എന്തെങ്കിലും കൈവേല കൊണ്ട് വസ്തുക്കൾ ഉണ്ടാക്കി റോഡിൽ വെച്ച് വിൽപ്പന നടത്തുന്ന തൊഴിലാളികൾ, ഇങ്ങനെയുള്ള വിഭാഗം ഉപജീവനത്തിന് വേണ്ടി സമയക്കണക്കില്ലാതെ തെരുവുകളിലും വീടുകളിലും ഓഫീസുകളിലും മറ്റ് പലയിടത്തും ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ലാത്ത, ഒരു നിയമത്തിൻ്റെയും പരിധിയിൽ വരാത്ത ആളുകൾ ആകെ ഇന്ത്യയിലെ തൊഴിലാളികളുടെ പകുതിയോളമാണ്. 32%. അതുപോലെ കാഷ്വൽ, ടെമ്പററി എന്നൊക്കെ പറയുന്ന വിവിധ വിഭാഗമുണ്ട്. ഓർഗനൈസ്ഡ് സെക്ടറുകളിൽ സ്ഥിരം ജോലിക്കാരുടെ എണ്ണം വൻതോതിൽ കുറവ് വരുത്തിയിരിക്കുകയാണ്. സ്ഥിരം ജോലിക്ക് പകരം നേരത്തെ തന്നെ അപ്രൻറ്റീസ്, ട്രെയിനി എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്രൻറ്റീസ്ഷിപ്പ് ആക്ട് എന്ന് പറയുന്നൊരു നിയമം ഉണ്ടായിരുന്നു. അപ്രൻറ്റീസുമാരെ എങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യാം, അവരുടെ ആനുകൂല്യങ്ങൾ ഇത് കൊടുക്കണം, അതെല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു പുതിയ വിഭാഗം താൽക്കാലിക ജോലി കൂടി നിയമത്തിൽ വന്നിരിക്കുകയാണ്. ഫിക്സഡ് ടേം എംപ്ലോയ്മെൻറ്റ്, നിശ്ചിതകാല തൊഴിൽ. പട്ടാളത്തിലെ അഗ്നിവീർ പോലെ ഒരു എംപ്ലോയർക്ക് 4 കൊല്ലത്തേക്ക് 3 കൊല്ലത്തേക്ക് അവധി പറഞ്ഞ് തൊഴിലാളികളെ നിയമിക്കാം. അത് കഴിഞ്ഞാൽ അവർ പിരിഞ്ഞു പോകണം. വേറെ തുടർച്ചയില്ല, നിയമപരമായ ഒരു അവകാശമില്ല. ഒരു കോടതിക്ക് ഇടപെടാൻ പറ്റില്ല. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. 3 കൊല്ലം ഇയാൾ അത്യധ്വാനം ചെയ്യുന്നു, വളരെ ഒബീഡിയൻ്റായി വളരെ നല്ല നിലയിൽ ജോലി ചെയ്യുന്നതിന് മാനേജ്മെൻറ്റ് ബോധ്യപ്പെട്ടാൽ അവർക്ക് കണ്ടിന്യൂഷൻ കൊടുക്കാം, തുടർച്ചയായി ജോലി കൊടുക്കാം താല്പര്യമുണ്ടെങ്കിൽ അടുത്തൊരു 3 കൊല്ലത്തേക്ക്. അപ്പം മുതലാളിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ആ തുടർച്ച ഉണ്ടാവൂ എന്നതിനാൽ അയാൾ ഒരിക്കലും ഒരു ട്രേഡ് യൂണിയൻ അംഗമാവുകയോ മുദ്രാവാക്യം വിളിക്കുകയോ ആവശ്യങ്ങൾ ഉന്നയിക്കുകയോ ചെയ്യില്ല. അപ്പോൾ യാതൊരു ശബ്ദവും പ്രകടിപ്പിക്കാത്ത വളരെ ഒബീഡിയൻ്റായ, സ്ലേവറി സമാനമായ തൊഴിൽ സാഹചര്യം ഫാക്ടറികളിൽ ഉണ്ടാക്കുകയാണ്. വൻകിട വ്യവസായശാലകളിൽ കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവറുള്ള വൻകിട കമ്പനികൾ, ഇന്ത്യയിലെ കോർപ്പറേറ്റ് കമ്പനികളിലാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ അൺഓർഗനൈസ്ഡ് സെക്ടറിലെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ളവരും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിവിധ സ്കീമുകളിൽ ജോലി ചെയ്യുന്നവരുമായ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പിന്നെ എന്ത് പറയാൻ? ഇത്രയും ഗുരുതരമാണ് ഇന്ത്യയിലെ തൊഴിൽ മേഖലയുടെ അവസ്ഥ.
ഇന്ത്യ രാജ്യത്തെ കേന്ദ്ര തൊഴിലാളി സംഘടനകളിൽ ഒരു പ്രമുഖ സംഘടനയാണ് BMS. BMS ഞങ്ങളുടെ സംയുക്ത പ്രക്ഷോഭ പരിപാടികളിൽ വരുന്നില്ല. 2014 വരെ ഇന്ത്യയിൽ നടന്ന എല്ലാ യോജിച്ച സമരങ്ങളിലും BMS ഉണ്ടായിരുന്നു. അന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് 2004 മുതൽ 2014 വരെ. ആ സമയത്ത് ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായി കൊണ്ടുവന്ന നിയമങ്ങളോടും നയങ്ങളോടൊക്കെ എതിർപ്പ് തൊഴിലാളികൾ പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. അന്ന് തൊഴിൽ നിയമങ്ങളൊന്നും ഭേദഗതി ചെയ്തിട്ടില്ല. അന്നെല്ലാ സമരത്തിലും BMS സജീവമായിട്ടുണ്ടായിരുന്നു. ഇവിടെ കേരളത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സമരങ്ങൾ നടത്തിയിരുന്നു. 2014 BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതു മുതൽ BMS സംയുക്ത സമരത്തിൽ നിന്ന് പിന്മാറി, അഥവാ അവരെ പിന്മാറ്റി. അവർക്കതിനെ അതിജീവിച്ച് സ്വതന്ത്രമായ നിലപാടെടുക്കാൻ സാധിച്ചില്ല. ഇപ്പോഴും അവർ പിന്മാറി നിൽക്കുകയാണ്. എങ്കിലും അവരും ഈ ലേബർ കോഡിൽ ചിലതിനെ എതിർക്കുന്നുണ്ട്. ഗവൺമെൻറ്റിന് കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്ത് ഞങ്ങൾ എഴുതുന്ന കത്തിൽ അതേ ഭാഷ തന്നെയാണ്. അപ്പോൾ പ്രശ്നമുണ്ടെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായ സമ്മർദ്ദത്താൽ അവർക്ക് പരസ്യമായി സമരത്തിന് വരാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് സ്ഥിതി. പിന്നെ ജീവനക്കാരെ ബാധിക്കുന്ന മറ്റൊട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഒന്ന് പെൻഷൻ എന്ന പദ്ധതി തന്നെ ഇന്ത്യ ഗവൺമെൻറ് അട്ടിമറിച്ചു. ഓൾഡ് പെൻഷൻ പോയി, ന്യൂ പെൻഷൻ സ്കീം എന്ന് പറഞ്ഞൊരു പെൻഷൻ കൊണ്ടുവന്നു. ഇപ്പോൾ തൊഴിലാളികളുടെ ജീവനക്കാരുടെയും കടുത്ത എതിർപ്പ് വന്നപ്പോൾ ഇപ്പോൾ അതൊന്ന് പുതുക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരെന്തായിരുന്നു? UPS. NPS ഒരു പുതിയ പദ്ധതി വന്നിട്ടുണ്ട്. ജീവനക്കാർക്ക് അതിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യം, സർക്കാർ മേഖലയിൽ ആ തൊഴിലിനുണ്ടായിരുന്ന ഒരു അട്രാക്ഷൻ ഈ പെൻഷനായിരുന്നു, അതും ഇല്ലാതാക്കി. മറ്റ് ഒട്ടേറെ മേഖലകളിലൊന്നും ഒരു പെൻഷൻ പദ്ധതിയില്ല. കേരളത്തിൽ വിവിധ മേഖലയിൽ തൊഴിലാളികളുടെ തൊഴിലാളി ക്ഷേമ പദ്ധതികൾ, കോൺട്രിബ്യൂട്ടറി പെൻഷൻ പദ്ധതികളുണ്ട്. അതൊക്കെ വളരെ ചെറിയ തുക മാത്രമേ പെൻഷനായി നൽകാൻ സാധിക്കൂ. ഒരു ചെറിയ ആശ്വാസം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. യഥാർത്ഥത്തിൽ പെൻഷൻ ഇല്ല എന്ന് പറയുന്ന ആവശ്യവാദം. ഇതോടൊപ്പം തന്നെയാണ് തൊഴിലുടമകളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചാൽ തൊഴിലുടമകൾക്ക് നേരെ ശിക്ഷാ നടപടി സ്വീകരിക്കാനുള്ള വ്യവസ്ഥകളുണ്ടായിരുന്നു തൊഴിൽ നിയമങ്ങളിൽ. തൊഴിലുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നിയമങ്ങളിൽ പീനൽ നടപടികൾ സ്വീകരിക്കാവുന്ന വ്യവസ്ഥകളുണ്ടായിരുന്നു. അതൊക്കെ ഭേദഗതി ചെയ്തു. ടി ആക്ട്, ഫോറസ്റ്റ് ആക്ട്, ബോയിലേഴ്സ് ആക്ട്, ഇതൊക്കെ ഭേദഗതി ചെയ്തിട്ട് തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചാൽ തൊഴിലുടമയ്ക്ക് ജയിൽ ശിക്ഷയും ഫൈനും ഈടാക്കാവുന്ന വ്യവസ്ഥകൾ ഭേദഗതി ചെയ്ത് ജയിൽ ശിക്ഷ പൂർണ്ണമായി ഒഴിവാക്കി. അവർ ഒരാളെയും തടവിലടക്കേണ്ടതില്ല. പിന്നെ ചെറിയ ഫൈൻ കൊടുക്കാവുന്ന രീതിയിലാക്കി. അപ്പം തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിലൂടെ തൊഴിലുടമ നേടുന്ന സമ്പത്തിൻ്റെ വളരെ ചെറിയൊരംശം മാത്രമേ ഈ ഫൈനുള്ളൂ. ഉദാഹരണത്തിന് തൊഴിലാളിയുടെ പേര് രജിസ്റ്ററിൽ ചേർക്കുന്നില്ല, അല്ലെ അവർക്ക് മിനിമം വേജ് കൊടുക്കുന്നില്ല, അവർക്ക് വീക്കിലി ഓഫ് കൊടുക്കുന്നില്ല, സ്ത്രീകൾക്ക് നൽകേണ്ട പ്രത്യേക സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നില്ല, സ്ത്രീകളെ രാത്രി ജോലി ചെയ്യിക്കുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ നടപടികൾ പാലിക്കുന്നില്ല. നിയമപ്രകാരം ഇതിനൊക്കെ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥകൾ പാലിക്കുന്നില്ലെങ്കിൽ ഒന്നും പേടിക്കേണ്ടതില്ല, ഒരു ചെറിയ ഫൈൻ അടച്ചാൽ മതി. അത് മാത്രമല്ല, തൊഴിൽ സ്ഥാപനങ്ങളിൽ ലേബർ ഇൻസ്പെക്ടർമാർ പരിശോധന നടത്തുന്നത് പോലും വിലക്കിയിരിക്കുക. അതൊന്നും ആവശ്യമില്ല. അവർ സെൽഫ് ഡിക്ലറേഷൻ മതി. നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടെന്ന് സെൽഫ് ഡിക്ലറേഷൻ, അത് പോയി പരിശോധിക്കാൻ പാടില്ല എന്ന വിധത്തിൽ തൊഴിലുടമകൾക്ക് ട്രേഡ് യൂണിയൻ ഫ്രീ സാഹചര്യം ഉണ്ടാക്കുകയാണ്. തൊഴിലാളികളുടെ ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം സൃഷ്ടിക്കുക. പിന്നെ എന്തായിരിക്കും തൊഴിൽ ചെയ്യുന്നവരുടെ ഒരവസ്ഥ? അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥ.